ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ലുലു മാളിലേക്കാണ് കേട്ടോ. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ലുലു മാൾ തന്നെ ഭയങ്കരമായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു ഏരിയയ്ക്ക് ഒരു എൻട്രൻസിൽ തന്നെ നല്ല ഭംഗിയിൽ അവർ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ലുലു മാൾക്ക് പോവുകയാണ്. അപ്പോൾ ലുലു മാൾ എത്താറായി. ഇപ്പോൾ ഏതൊരു വീഡിയോ ആയിക്കോട്ടെ ആളുടെ ഒരു ഇൻട്രോ നിർബന്ധമാണ് കേട്ടോ ആൾക്ക്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഏതൊരു വീഡിയോയിൽ മെൻഷൻ ചെയ്തില്ല എന്നും പറഞ്ഞ് വഴക്കായിരുന്നു. അപ്പോൾ ആളുടെ തന്നെ ആയിക്കോട്ടെ ഇൻട്രോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഉമ്മൊക്കെ വന്ന സ്ഥിതിക്ക് ലുലു ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യിക്കാമെന്ന് കരുതി ഇറങ്ങിയതായിരുന്നു. കാര്യമായിട്ടൊരു പർച്ചേസിംഗ് ഒന്നും നമുക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. എന്നാലും ആളിത് കൊട്ടയൊക്കെ പിടിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. മുൻപ് വന്ന പരിചയത്തിൽ എല്ലാവരെയും അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവരൊക്കെ എക്സ്പ്ലോർ ചെയ്യിക്കുന്ന തിരക്കിലായിരുന്നു ആൾ. അപ്പോൾ നമ്മളിത് ജ്യൂസിൻ്റെ സെക്ഷനിൽ നിന്ന് കുറച്ച് ജ്യൂസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ന്യൂ ഇയർ ആയതുകൊണ്ട് എന്താ പറയുക ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ കേക്കിൻ്റെ. അപ്പോൾ നമ്മൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോണറ്റിൻ്റെ സെക്ഷനായിരുന്നു. അപ്പം ഡോണറ്റിൻ്റെ സെക്ഷനിൽ നമ്മൾ ചെറിയൊരു പർച്ചേസിങ് നടത്തി, അത്രയേ ഉള്ളൂ. പിന്നെ പല വിധത്തിലെ കേക്കുകളും ഒക്കെ കണ്ട് നമ്മളങ്ങനെ കുട്ടികൾ പിന്നെ കാര്യമായിട്ട് വാശിയൊന്നും പിടിച്ചില്ല കേട്ടോ. അവരെ കണ്ടിപ്പോഴിടാൻ 2-3 ഐറ്റംസ് മേടിച്ചാൽ തന്നെ അവർ ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ ചെറിയ രീതിയിലൊരു പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. നേരെ ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ. ലുലുവിൻ്റെ തന്നെ ഹൈപ്പർ നിന്നാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഷവായും അതുപോലെ തന്നെ ബീഫും കപ്പയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഷവായ ഞാൻ മുൻപും ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബീഫ് ആൻഡ് കപ്പ ആദ്യത്തെ ആയിരുന്നു, ഫസ്റ്റ് ടൈം ട്രൈ ആയിരുന്നു. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ജ്യൂസും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന മയണൈസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ഓറഞ്ച് മയണൈസാണോ പറയുന്നത് എനിക്കറിയില്ല. അതും എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റ് തന്നെയാണ് കേട്ടോ, സാധാ നോർമൽ മയണൈസിനെക്കാട്ടിലും. പിന്നെ ഇവിടുത്തെ ഷവായ കഴിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് 1 ടൈമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം നല്ലൊരു ജ്യൂസി ഫ്ലേവേഴ്സൊക്കെയാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഫുഡ് ഇഷ്ടമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ബീഫും കപ്പയും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാണ്ടിറ്റിയിൽ ബീഫും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത്യാവശ്യം ഫുഡ് കഴിച്ച് വയറൊക്കെ നിറച്ച് നമ്മൾ വീണ്ടും ലുലു ഒക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുട്ടികളെയും കൊണ്ട് ഇവിടെയുള്ള നമ്മുടെ ഫണ്ടൂരയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെയൊക്കെ ഒന്ന് ചില്ലയിപ്പിക്കാൻ വിചാരിച്ചു. അങ്ങനെ അവരുടെ ഈ ഒരു റൈഡിലാണ്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അവരത്യാവശ്യം നല്ല ഹാപ്പി മൂഡിലായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ അവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നേ. ലൈഫിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണല്ലേ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എത്രയോ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും സാധിക്കാതെ പോയത് നമ്മുടെ മക്കൾക്കെങ്കിലും നമുക്ക് സാധിപ്പിച്ചെടുക്കണമല്ലോ. അവരുടെ ആ ഒരു ഹാപ്പിനെസ് കണ്ടിട്ടെങ്കിലും നമുക്ക് ആ ഒരു ഓർമ്മകളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാമല്ലോ അല്ലേ. പിന്നെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റി കണ്ടു കേട്ടോ. പിന്നെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ അവരൊരു ഫ്രണ്ടിലൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ജയുവിൻ്റെ ഒക്കെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കാൻ കിട്ടാറില്ല. പൊതുവേ കുട്ടികളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു കിട്ടും. പിന്നെ നമ്മളിവിടെ എത്തിയിട്ട് 2-3 മണിക്കൂറായത് നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ഇവിടെ വന്ന മിക്കവർക്കും ആൾക്കാർക്കുള്ള ഒരു പ്രോബ്ലം തന്നെ ആയിരിക്കുമല്ലേ, സമയം പോകുന്നത് നമ്മൾ അറിയില്ല. നമ്മൾ ഷോപ്പിംഗ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ചുറ്റിക്കറങ്ങി അങ്ങനെ നേരം കളയും. എന്നാലും ഫാമിലിയുടെ കൂടെ ആകുമ്പോൾ നമുക്കതൊരു ഹാപ്പിനെസ് ആണല്ലേ. പ്രത്യേകിച്ച് അവരൊന്നും ഇത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉമ്മയൊക്കെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാനും അവരൊരു ഹാപ്പിനെസ്സിലൊക്കെ പങ്കുചേരാനും നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. അങ്ങനെ എല്ലായിടും ചുറ്റിക്കണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴി ഒരു പെനി ഐസ്ക്രീമിലും കൂടെ കയറിയിട്ട് അവിടെ നിന്നൊരു റോസ് മിൽക്ക് ഫ്ലേവേർഡ് ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തി ഇതേക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചേക്കട്ടോ. നമ്മുടെ ഇതുപോലുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.